Good morning. Okay. പെരുന്നാളൊക്കെ കഴിഞ്ഞോ? കുട്ടികളുണ്ടായിരുന്നു. പൊതുവെ ക്ലാസ്സിൽ കുറവായിരുന്നു പിള്ളേരൊക്കെ. ഇനി വെക്കേഷനൊക്കെ ആയിട്ട് 2 ദിവസമൊക്കെ ഒഴിവായിരുന്നല്ലോ. വെനസ്ഡേ തേഴ്സ്ഡേ തന്നെ ഒഴിവായിരുന്നല്ലോ. അതുകൊണ്ട് എല്ലാ സ്കൂളൊക്കെ തുറക്കാറായി. അതിന്റെ തിരക്കിലൊക്കെ ആയിട്ട് പിള്ളേർ ഇത്രയും കുറവായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ കുറവായിരുന്നു. ഓക്കെ. അപ്പോ നമ്മളെവിടെ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? എക്യുപ്മെന്റ്സ് അല്ലേ പറഞ്ഞത്? അല്ലെ, ലെവല് കഴിഞ്ഞു. എക്യുപ്മെന്റ്സിലല്ലേ പറഞ്ഞു നിർത്തിയത് ലബോറട്ടറിയില്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ കയറിയത്? അതെ. ഓക്കെ. മൺഡേ സ്കൂൾ ഓപ്പണിംഗ് ആണ്. സ്കൂള് തിങ്കളാഴ്ചയല്ലേ എല്ലാം തുടങ്ങുന്നത്. സ്റ്റേറ്റും CBSE ഒക്കെ മൺഡേയിലാണല്ലോ. ഞാൻ കഴിച്ചു. രാവിലെ കഴിച്ചിട്ടെങ്കിൽ പുട്ടായിരുന്നു. പുട്ടും പഴമായിരുന്നു രാവിലെ. കുട്ടികൾക്കൊപ്പം സ്കൂളിൽ പോകുന്നു. ഐശ്വര്യക്കുട്ടി എന്നോട് ചോദിച്ചു, സുഖമാണോ? സുഖമായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ക്ലാസ്സിൽ ഇനിയിപ്പോ അടുത്ത ആഴ്ച തുടങ്ങി നമുക്ക് തിരക്കാവില്ലേ? പിള്ളേര് സ്കൂളിൽ പോണേനെയും അവരെ സ്കൂളിലാക്കണേന്റെ ഒക്കെ കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും ഇനി. അതന്നെ. ഓക്കെ. പേജ് നമ്പർ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ പേജ് നമ്പർ 20. നമ്മൾ മറന്നുപോയി. 2 ദിവസം ക്ലാസ്സിൽ അതിരുന്നപ്പോ ലബോറട്ടറി സർവീസ് നമുക്ക് ഒരു ക്ലാസ് പോയല്ലേ? കെമിസ്ട്രി നമ്മളൊരു ക്ലാസ് പോയി. ഓക്കെ. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അവിടെ എക്യുപ്മെന്റ്സിൽ നമ്മൾ എത്രയോ 3 പോയിന്റ്സ് 2 പോയിന്റ്സോ ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു ലാബില് നമ്മള് കുറച്ച് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വേണം അല്ലെ? ലബോറട്ടറിയുടെ ഏത് തരത്തിലുള്ള 3rd പോയിന്റ് ഏത് തരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആണ് ചെയ്യുന്നത്. അതിന് ബേസ് ചെയ്തിട്ട് ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ് അവിടെ ലാബിൽ എന്തായാലും സൂക്ഷിക്കണം. അപ്പൊ അതിനകത്ത് എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഓക്കെ. 3 പോയിന്റ്സ് കഴിഞ്ഞു. 2 equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. Laboratory design capacity അതിനനുസൃതമായിട്ട് ലബോറട്ടറിയുടെ റിക്വയർമെന്റ്സ് അതനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും തിരഞ്ഞെടുക്കേണ്ടത്. അത് വേണ്ട ലാബ് സൂക്ഷിക്കാൻ. ഇപ്പൊ ലാബിൽ ടെസ്റ്റ് ചെയ്യാത്ത ഒരു ഇതിന്റെ എക്യുപ്മെന്റ് അവിടെ അവർക്ക് വേണ്ടല്ലോ. ാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ കപ്പാസിറ്റി ഡിസൈൻ അതനുസരിച്ചിട്ട് ലബോറട്ടറിയിൽ ആവശ്യമായിട്ടുള്ള എന്താ പറയാ അത് മീറ്റ് ചെയ്യണം. ആവശ്യകത ഏത് തരത്തിലുള്ള ലബോറട്ടറി ആണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് അതായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ അടുത്തത് എന്താ? ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ക്വാളിഫൈഡ് ബിഫോർ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ക്ലിനിക്കൽ യൂസ്. ക്ലിനിക്കൽ യൂസിന് ഉപയോഗിക്കുന്നതിന് മുന്നേ എല്ലാ എക്യുപ്മെന്റ്സും ക്വാളിഫൈഡ് ആയിരിക്കണം. നല്ല ഗുണമേന്മ അവിടെ ഉറപ്പുവരുത്തണം. ഇനി 3ാമത്തെ പോയിന്റ്, ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ദ ടൈംസ്. എല്ലാ എക്യുപ്മെന്റ്സും എങ്ങനെയായിരിക്കണം? യൂസബിൾ കണ്ടീഷനിലായിരിക്കണം, ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ നമ്മൾ എടുക്കാൻ നേരത്തെ അയ്യോ അത് കളഞ്ഞിരിക്കാണ്, അധികം കേടായിരിക്കാണ്, അങ്ങനെ പാടില്ല അല്ലെ? അത് ഏത് സമയത്താണെങ്കിലും യൂസബിൾ കണ്ടീഷനിലായിരിക്കണം എല്ലാ എക്യുപ്മെന്റ്സും. ഇനി അടുത്ത് നോക്കിയേ, റെഗുലർ ഇൻസ്പെക്ഷൻ. 4ാമത്തെ പോയിന്റ് ആട്ടോ. റെഗുലർ പതിവായിട്ട് പരിശോധന നടത്തണം. ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. അതായത് എക്യുപ്മെന്റ്സ് എല്ലാം അവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും പതിവായിട്ട് പരിശോധന നടത്തണം. അത് ക്ലീൻ ചെയ്യണം. എക്യുപ്മെന്റ്സ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് അത് മെയിൻ്റെനൻസ് ചെയ്യണം, അത് പരിപാലിക്കണം. should be performed. ഇതെല്ലാം നിർവഹിക്കണം. Maintenance performed as per the recommendation of the manufacturer or more as required. Example, with the overuse or aging of equipments. ഇനി മെയിൻ്റെനൻസ് എങ്ങനെയായിരിക്കണം? As per the recommendation manufacturer. മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് മെയിൻ്റെനൻസ് നിർവഹിക്കണം. അതായത് നമ്മളെ ഓരോ ഉപകരണങ്ങളും നമ്മൾ മേടിക്കുമ്പോ തന്നെ ഉണ്ടാക്കും അല്ലെ? അതിന് ഓവർ യൂസേജ് ഇപ്പൊ നമ്മൾ ഒരുപാട് അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ കാലപ്പഴക്കമൊക്കെ ഇല്ലേ? ഇത്ര ഇതാണ്, ഒരുപാട് വർഷങ്ങളായതാണ്, അപ്പൊ അതൊക്കെ ഇത്ര സമയം ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയാണൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ആ മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ, അതിനനുസരിച്ച് മെയിൻ്റെനൻസ് നടത്തണം.
പിന്നെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ് വിത്ത് ഓവർ യൂസ്, മിതമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സിന് പ്രായമാകുന്തോറും അല്ലെങ്കിൽ വർഷങ്ങൾ പഴക്കമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിലും എന്തായാലും ആ മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് വേണം മെയിൻ്റനൻസ് കാര്യങ്ങൾ നിർവഹിക്കാൻ. ഇനി laboratory should maintain needful instruction of operation for operation and maintenance of equipment in the form of SOP. ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നിങ്ങൾ പഠിച്ചതാണ് അല്ലെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താ? SOP എന്താ? ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെ. SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻ ആണ് designed to help the staff. സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രൊസീജിയർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്, നിർദ്ദേശമാണ് നമുക്ക് അല്ലെ. അതായത് നമ്മൾ ആ എക്യുപ്മെന്റ്സ് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സേഫ് യൂസ്, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട സ്റ്റാഫിന് നിർദ്ദേശം കൊടുക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ആണ് കേട്ടോ. അത് സ്റ്റാഫിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്താണ് നിർമ്മിച്ചിട്ടുള്ളതാണ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതായത് ആ എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക, അതിന്റെ ഇൻസ്ട്രക്ഷൻ ഇന്ന രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ലേ, അതാണ് ഇത് SOP എന്ന് പറയുന്നത്. A copy of the same should be made available near the equipments. അപ്പൊ ഈ നമ്മൾ ആ ലാബില് ഓരോ എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, അതിന്റെ പ്രവർത്തന രീതി, ഇതെല്ലാം നമ്മുടെ ഏതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ രൂപത്തിൽ മെയിൻ്റനൻസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ യൂസർ മാനുവലിനൊക്കെ കേട്ടിട്ടില്ലേ അല്ലെ, ആ മെഷീൻസ് എങ്ങനെ നമുക്ക് പ്രവർത്തിപ്പിക്കാം, എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങള് വേറൊന്നുമില്ല, അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളാണ്. അതടങ്ങിയ ഒരു ടെക്സ്റ്റ് ആണ്, അതിന്റെ ഒരു ബുക്കാണ് SOP എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കോപ്പി എപ്പോഴും എക്യുപ്മെന്റ് അടുത്ത് വെക്കണം. എന്താ കാര്യം? അപ്പൊ അത് എങ്ങനെയോ ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉടനടി നോക്കാലോ. അപ്പൊ അതുകൊണ്ട് ഒരു SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതിന്റെ ഒരു കോപ്പി എപ്പോഴും എക്യുപ്മെന്റ്സിന്റെ അടുത്ത് തന്നെ സൂക്ഷിക്കണം. നമുക്ക് സംശയം വരികയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് നോക്കാനൊക്കെ ആയിട്ടേ. പിന്നെ അടുത്ത പോയിന്റില് all the equipment should undergo calibration and verification. എല്ലാ എക്യുപ്മെന്റ്സും എന്ത് ചെയ്യണം? പരിശോധനകൾ കറക്റ്റ് സമയത്ത് അതിന്റെ പരിശോധനകളും കാര്യങ്ങളും, കാലിബ്രേഷൻ എന്ന് വെച്ചാൽ അതിന്റെ കൃത്യത, കപ്പാസിറ്റി, ഇതിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും അത് ചെക്ക് ചെയ്യണം. കപ്പാസിറ്റി ആണ്, അതായത് ആ എക്യുപ്മെന്റ്സിന്റെ ആ കൃത്യത പരിശോധിച്ച് ഉറപ്പാക്കണം. എല്ലാ എക്യുപ്മെന്റ്സും ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്, ഓക്കെ ആണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും എന്താണ് അത് വെച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇനി അടുത്തതാണ് മെയിൻ്റനൻസ് കോൺട്രാക്ട് ഇൻക്ലൂഡ് വാറന്റി കാർഡ്സ്, ടെലിഫോൺ നമ്പർ ഓഫ് പേഴ്സണൽ needed to be contacted in the event of equipment malfunctioning. അതായത് എക്യുപ്മെന്റ്സ് നമ്മൾ തകരാറിലാവുകയാണെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ നമുക്ക് എന്താ, നമ്മളപ്പോ ആരെ ഉടനെ കോൺടാക്ട് ചെയ്യണം? അയാളുടെ ടെലിഫോൺ നമ്പർ, അതിന്റെ വാറന്റി കാർഡ് ഉൾപ്പെടെയുള്ള മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകൾ, ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കണം. ഷുഡ് ബി കെപ്റ്റ് സേഫ്ലി, സുരക്ഷിതമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ബട്ട് വിത്തിൻ റീച്ച് ഫോർ ദ യൂസർ, ആ യൂസറിന്റെ അവർക്ക് എളുപ്പത്തിൽ എടുക്കാവുന്ന രീതിയിൽ അല്ലെ, പെട്ടെന്ന് അവർക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് തകരാറുകൾ വരുവാണെങ്കിൽ അത് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആ അയാൾക്കുടെ പേഴ്സണൽ എന്ന് പറയുന്ന സ്റ്റാഫ്, അതിന്റെ ടെലിഫോൺ നമ്പർ, വാറന്റി കാർഡ്, ഇതെല്ലാം നമ്മൾ സുരക്ഷിതമായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ദൂരത്ത് തന്നെ അത് സൂക്ഷിക്കണം എന്ന്. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആണ് യൂസർ മാനുവൽ ഷുഡ് ബി റീഡിലി അവൈലബിൾ ഫോർ റെഫറൻസസ്. ഈ യൂസർ മാനുവൽ എളുപ്പത്തിൽ ലഭ്യമായിരിക്കണം. എന്തിനാ? റെഫറൻസിന് വേണ്ടി. നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഒന്ന് നോക്കണമെങ്കിലേ ആ യൂസർ മാനുവൽ റീഡിലി അവൈലബിൾ, എളുപ്പത്തിൽ ലഭ്യമാക്കണം. ഇതിനു വേണ്ടി ഫോർ റെഫറൻസസ്. ഇത്രയും കാര്യങ്ങളാണ് എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ പോയിന്റ്സുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ SOP എന്നുള്ളതൊന്ന് എഴുതി വെച്ചോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഓക്കെ, അതുമായിട്ട് പരിശോധന നടത്തണം. അത് നമ്മുടെ എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം, അത് പരിപാലിക്കണം. പിന്നെ അടുത്തത് നമ്മൾ പ്രത്യേകിച്ച് ഓവർ യൂസ് അല്ലെങ്കിൽ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ കാലപ്പഴക്കമൊക്കെ വന്നില്ലേ, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാനുഫാക്ചറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ അത് നിർവഹിക്കണം.
പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞു എല്ലാ ലബോറട്ടറിയിലും അതിന്റെ എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അത് സൂക്ഷിക്കണം. ഒരു കോപ്പി ആ എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ വെക്കണം. പിന്നെ എല്ലാ എക്യുപ്മെന്റ്സിന്റെയും കൃത്യത പരിശോധിച്ച് ഉറപ്പുവരുത്തണം. പിന്നെ വാറണ്ടി കാർഡ്, നമുക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് തകരാറിലൊക്കെ പറ്റുവാണെങ്കിൽ അത് അന്നേരം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആ പേഴ്സണൽ സ്റ്റാഫിന്റെ ടെലിഫോൺ നമ്പർ, ഇതൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് യൂസറിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സൂക്ഷിക്കണം. പിന്നെ അടുത്തത് യൂസർ മാനുവല് എളുപ്പത്തിന് അവൈലബിൾ ആയിരിക്കണം. റെഫറൻസിന് വേണ്ടിയിട്ട് യൂസർ മാനുവല് എളുപ്പത്തിന് ലഭ്യമായിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ആണ്. എന്തൊക്കെയാണ് ലാബിലെ പോളിസി പ്രൊസീജിയർ? നിങ്ങൾ എല്ലാവരും ടെസ്റ്റിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലാബിലെ ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓടിച്ചല്ലേ. ഇപ്പൊ നമുക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമുക്ക് തന്നെ ഒരു പ്രശ്നം എന്തെങ്കിലും തോന്നണ്ടോ, ഷുഗർ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുകൂടാതെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഡോക്ടർ നമ്മളോട് പറയുക അല്ലേ? അപ്പൊ നമ്മൾ സ്വന്തമായിട്ടാണെങ്കിലും നമ്മൾ ചെല്ലുക, അവരോട് ഇങ്ങനെ പറഞ്ഞൊരു ബോട്ടിലാണത് മേടിച്ച് യൂറിനാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് ഇപ്പൊ ഷുഗർ നോക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. വേറെ ആർക്കിടെയും ഇതില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് നോക്കണമെങ്കിൽ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുവാണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടർ നമുക്കത് എന്താ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരും, ഇതിന്റെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു തരും അല്ലേ? അപ്പൊ അത് എന്തൊക്കെയാണ്, അതാണ് ആ ലാബില്. അല്ലാതെ വെറുതെ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കതില്ല. ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ ഡോക്ടറിനെ കണ്ട് ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി നമ്മള് ലാബിൽ ചെല്ലുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പോളിസി ആൻഡ് പ്രൊസീജിയർ. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഒന്നാമത്തെ എന്താ? സാമ്പിൾ. നമ്മൾ കൊടുക്കുന്ന സാമ്പിൾ ഏതെങ്കിലും ആയിക്കോട്ടെ, ബ്ലഡോ യൂറിനോ ഏതെങ്കിലും ആവട്ടെ, ആ സാമ്പിൾ ലേബൽ ചെയ്യുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റ്സ് അവിടെ റെക്കോർഡിലൊന്നും ഇപ്പൊ സിസ്റ്റത്തിലാണെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ആണെങ്കിൽ കയറ്റും, അല്ലെങ്കിൽ റെക്കോർഡാണെങ്കിൽ റെക്കോർഡിലേക്കും അതൊന്ന് എഴുതി വെക്കും അല്ലേ? ആ സ്പെസിമെനും ലേബൽ ചെയ്യും നമ്മൾ. അല്ലെങ്കിൽ പാർക്കടിയാന്ന് മനസ്സിലാവുമോ? ഇപ്പൊ നമ്മൾ കൊണ്ട് കടത്ത് കഴിയുമ്പോ ആ ബോട്ടിൽ അവര് പേരൊക്കെ എഴുതി വെക്കൂലേ? അത് കഴിഞ്ഞ് റെക്കോർഡിക്കലും അവരവിടെ എഴുതി വെക്കും. ചെയ്യാറില്ലേ? ഉണ്ട്, ചെയ്യാറുണ്ട്. അപ്പൊ നോക്കിയാൽ ഒന്നാമത് നോക്കിയാൽ സ്പെസിമെൻ ഷുഡ് ബി അറ്റാച്ച്ഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിറ്റീസ്. എക്സാമ്പിൾ നെയിം, ഏജ് അല്ലെ? നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ നമ്മുടെ പേര് ചോദിക്കൂലേ? ആ ബോട്ടിൽ എഴുതി വെക്കാറില്ലേ നമ്മുടെ പേര്, ഏജ്, എത്ര വയസ്സായി, അങ്ങനെ അറ്റ്ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിറ്റി വേണം. അല്ല പേര് മാത്രം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് എന്താ പറയാ, ചിലപ്പോ മാറിപ്പോയി. ഇപ്പൊ രമ്യ, ഞാൻ എന്റെ പേര് പറഞ്ഞു രമ്യ, അത് മാത്രം എഴുതി, ചിലപ്പോ വേറെ രമ്യ അവിടെ വന്നെങ്കിലോ. അപ്പൊ അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് 2 യൂണിക് ഐഡന്റിറ്റി, 2 വേണം. ഇപ്പൊ എന്റെ ഏജ് കൂടി, ചിലപ്പോ ആ ഒരു ഏജിന് രമ്യ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞാനേ ഉണ്ടാവുള്ളൂ അല്ലെ? ചിലപ്പോ സപ്പോസ് വരാം, എങ്കിൽ പോലും എന്താ പറയാ, അത് കുറച്ചുകൂടി കൃത്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 2 നമ്മളെ തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റി ആ നമ്മള് സ്പെസിമെന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അതായത് ആ ബോട്ടിൽ അത് എഴുതണം അവിടെ. ഇനി സ്പെസിമെൻ ലേബലിംഗ് യൂസിങ് ബാർകോഡ്. ഇനി നമുക്കൊരു കാര്യം ഉണ്ട് അവിടെ. നമുക്ക് ഇങ്ങനെ തെറ്റുകൾ വേണമെങ്കിൽ നമ്മൾ വെറുതെ എഴുതി വെക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇററുകൾ വരാം. അപ്പൊ ഈ ഇററുകൾ വരുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഓപ്ഷനാണ് ഇത്, ബാർകോഡ് ഉപയോഗിച്ച് ലേബൽ ചെയ്യുക. അപ്പൊ അത് തെറ്റിപ്പോവില്ല. ബാർകോഡ് കൊടുത്താൽ ആ കോഡ് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ നേരെ ആ സ്പെസിമെന്റ് അവിടെ ബാർകോഡ് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. അപ്പൊ പിന്നെ പേരോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ആ സിസ്റ്റത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരും. അപ്പോ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. സ്പെസിമെൻ ലേബലിംഗ് യൂസിങ് ഡാഷ്. ഏതുപയോഗിച്ച്? ബാർകോഡ് ഉപയോഗിച്ച് സ്പെസിമെൻ ലേബൽ ചെയ്യുന്നത് ഈ ഇററുകൾ കുറയ്ക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. ഈസ് ആൻ ഓപ്ഷൻ ദാറ്റ് മേ increase the errors. മനസ്സിലായോ? ഇററുകൾ കുറയ്ക്കാനുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് ഏത്? ബാർകോഡ് ഉപയോഗിച്ച് ലേബൽ ചെയ്യുന്നത്. നമ്മൾ വെറുതെ എഴുതി വെക്കുന്നതിനേക്കാളും ബാർകോഡ് ഉപയോഗിച്ച് ലേബൽ ചെയ്യുമ്പോൾ ഇററുകൾ നമ്മൾ കുറയ്ക്കാൻ പറ്റും. ഓക്കെ. ഇനി ലേബൽ മേ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽ. ഇനി ലേബലില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. ഇന്ന് ടിക്കറ്റ് വെക്കുക എങ്ങനെയാണെന്ന് ചോദിക്കാം. ലേബൽ മേ ഇൻക്ലൂഡ് ഫോളോയിങ് ഡീറ്റെയിൽസ്. ഏതാണ്? ലാബിലെ പോളിസി പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട ഒരു ലേബലില് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്? പേഷ്യന്റിന്റെ നെയിം, ഏജ്, ജെൻഡർ, പേര്, വയസ്സ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, ജെൻഡർ. പിന്നെ പേഷ്യന്റ് ഐ ഡി. പേഷ്യന്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ ID നമ്പർ ഇല്ലേ, നമ്മുടെ ഹോസ്പിറ്റലിലെ ID നമ്പർ ഇല്ലേ, അത്.
ടെസ്റ്റ് റിക്വയർഡ്, ഏത് റിക്വസ്റ്റഡ്, ഏത് ടെസ്റ്റ് ആണ് റിക്വസ്റ്റ് ചെയ്തത്? ഇപ്പൊ നമ്മൾ ഏതാണ്, ഷുഗർ ടെസ്റ്റ് ആണോ വേണ്ടത്, യൂറിൻ്റെ ആണോ, നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ടെസ്റ്റ് ഏതാണ്? പിന്നെ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ, പിന്നെ എന്താ, ഏത് സമയത്ത് ഏത് ഡേറ്റില് ആ സ്പെസിമെൻ കളക്ട് ചെയ്തു, അതും എഴുതി വെക്കാം. ഇതെല്ലാം ലേബലിൽ വരുന്ന കാര്യമാണ്. അത് നോക്കിയേ, ലേബലിൽ എന്തൊക്കെയാ വരുന്നേ? പേഷ്യന്റിന്റെ നെയിം, ഏജ്, ജെൻഡർ. അടുത്തത് പേഷ്യന്റ് ഐ ഡി, പേഷ്യന്റിന്റെ ID നമ്പർ ഉണ്ടല്ലോ അത്. പിന്നെ ടെസ്റ്റ് റിക്വയർഡ്, ഏത് ടെസ്റ്റ് ആണ്? ഇപ്പൊ നമ്മൾ ബ്ലഡ് കൊടുത്ത ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാം അല്ലെ? അപ്പൊ അതിൽ ഏത് ടെസ്റ്റ് ആണ് വേണ്ടേ? നമ്മുടെ സാമ്പിൾ ഓക്കെ ബ്ലഡ് ആണ്, അത് ഏത് ടെസ്റ്റ് ആണെന്ന് കൂടി അവിടെ സ്പെസിഫൈ ചെയ്യണം. പിന്നെ അടുത്തത് ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ഏത് ഡേറ്റില് ഏത് ടൈമിലാണ് സ്പെസിമെൻ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ലേബലിൽ ഇൻക്ലൂഡ് ചെയ്യണം. ക്ലിയർ അല്ലേ മക്കളെ? ലേബലിൽ എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് 4 പോയിന്റ്സും ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് നോക്കിയത് റിക്വസിഷൻ ഫോം ആണ്, ഓർ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. ഇനി ഇതൊരു എന്താ പറയാ, ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്യണം, ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു റിക്വസിഷൻ തരും. ആരാണ് നമുക്ക് തന്നെ? ഡോക്ടറാണ് നമ്മളോട് പറയണേ അല്ലേ? ഇനി നമ്മള് എന്താ പറയാ, അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നോക്കാം, അത് ലാഭിച്ചെന്ന് പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അല്ലാതെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഡോക്ടർ പറയും. നമ്മള് ഡോക്ടറെ കാണുമ്പോ, ഡോക്ടർ എനിക്ക് രാവിലെ മുതൽ ഭയങ്കര വേദന, എന്താ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഡോക്ടർ അപ്പൊ തന്നെ ഒരു കാര്യം ചെയ്യും, ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങാം. ആ ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഡോക്ടറാണ്. ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഡോക്ടറാണ്. The requisition form should be finished by the doctor or health worker. ഡോക്ടറോ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കറോ റിക്വസിഷൻ ഫോം ഫിൽ ചെയ്യും. Requested the test and sent together with the specimen or patient to the laboratory. ഒരു പേപ്പർ ഉണ്ടാവില്ലേ ഡോക്ടറുടെ അടുത്ത്, ഈ ലാബിൽ ഇത്, എന്നിട്ട് ഏതാ ബ്ലഡ് ആണെങ്കിൽ ഡോക്ടർ ബ്ലഡ് എന്നുള്ളത് ടിക്കറ്റ് തരും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. യൂറിൻ ആണെങ്കിൽ, ഇപ്പൊ ബ്ലഡ് ടെസ്റ്റിലാണെങ്കിലും അതിൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? RBCയുടെ ഇത് നോക്കാനാണോ, കൗണ്ട് നോക്കാനാണോ, ഏതാണുള്ളത്, അല്ലെങ്കിൽ ഷുഗർ ആണോ, ഏതാന്നുള്ളത് ഒരു ഫോമില് ഡോക്ടർ ടിക്കറ്റ് തരൂലേ നമുക്ക്? അല്ലാതെ അതിനകത്ത് എല്ലാം ആ ലാബിൽ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളിലും ഉണ്ടാവും ആ ഫോമില്. പക്ഷെ നമുക്ക് ഏത് ടെസ്റ്റാ ചെയ്യേണ്ടതെന്നുള്ളത് ഡോക്ടറോ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കറോ എന്ത് ചെയ്യും, അവിടെ ടിക്കറ്റ് തരും. അത് ആ ടെസ്റ്റ് മാത്രം നമ്മൾ ചെയ്താൽ മതി ഇല്ലേ? ശരിയല്ലേ? ഇങ്ങനെയാണ് ലാബ് റിക്വസ്റ്റ് ഫോം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ സ്പെസിമെൻ, ഇപ്പൊ നമ്മള് ബ്ലഡ് ആണെങ്കിൽ, നമ്മള് അതിന്റെ യൂറിൻ ആണെങ്കിലും ഒക്കെ, അതുകൊണ്ട് ആ സ്പെസിമെന്റെ ഒപ്പം തന്നെ ലാബിലേക്ക് ഈ ഫോം കൊണ്ടുപോകും. ആ ഫോം കൊണ്ടുപോയി ഇതും കൂടി രണ്ടും കൂടിയാണ്, സ്പെസിമെനും കൂടിയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അല്ലേ? ഇപ്പൊ എന്റെ അച്ഛൻ ഇപ്പൊ ഒരു 6 മാസത്തോളമായി പെട്ടെന്ന് നെഞ്ചുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ, അപ്പൊ ആൻജിയോഗ്രാം ഒന്ന് ചെയ്ത് നോക്കണം, എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കാന്ന് പറഞ്ഞ് 2 ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, അഡ്മിറ്റ് ആയിരുന്നേ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ എന്നിട്ട് ആ ഫോം എടുത്തിട്ട് ഒരു ടെസ്റ്റ് 2000 സംതിങ് ആയി. എല്ലാ ടെസ്റ്റുകളും HIV മുതൽ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും നോക്കി അങ്ങനെ ടെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ആ ഫോമിന്റെ കാര്യമാണ് ഞാൻ പറയാം. അപ്പൊ ഡോക്ടർ അങ്ങനെ ഏതൊക്കെയാന്നുള്ളതെല്ലാം ആ ഫോമിൽ ഇതിന്റെ ടിക്കറ്റ് തരും, ഇത്ര ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അല്ലാതെ ആ ലിസ്റ്റിലുള്ളതെല്ലാം വേണ്ട, നമുക്ക് ഏതാണ് ഡോക്ടർ റിക്വസ്റ്റ് ചെയ്തത് അത് മാത്രം നമ്മൾ ചെയ്താൽ മതി അല്ലേ? ഓക്കെ. ഇനി എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ആ സാമ്പിളും കൂടി ആ സ്പെസിമെൻ ഓർ പേഷ്യന്റ് ടു ദ ലബോറട്ടറി, ആ പേഷ്യന്റിന്റെ കൂടെ അല്ലെങ്കിൽ സ്പെസിമെന്റെ ഒപ്പം ആ ഫോം കൂടി, ഏത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടതെന്നുള്ള ആ സാധനം കൂടി നമ്മുടെ ലാബിലേക്ക് കൊടുക്കും. ഇനി നോക്കിയേ, ദ പേഷ്യന്റ് ഐഡന്റിറ്റി, age, location, date and time of specimen collection, investigation requested and the source of sample. അതായത് നമ്മൾ കൾച്ചർ ആൻഡ് ഹിസ്റ്റോപതോളജി. ഹിസ്റ്റോപതോളജി എന്ന് പറഞ്ഞാൽ, ഹിസ്റ്റോ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ എന്നാണ്, പതോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ്. അതായത് നമ്മളെ രോഗം ബാധിച്ചിട്ടുള്ള നമ്മുടെ ടിഷ്യൂസ് ഇല്ലേ, കലകള്, അത് പരീക്ഷിച്ച് രോഗനിർണയം നടത്തുന്നതാണ് ഹിസ്റ്റോപതോളജി എന്ന് പറയുന്നത്. ഇപ്പൊ കൾച്ചർ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ കൾച്ചർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഹിസ്റ്റോപതോളജി ഏതാണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, ഏജ്, ലൊക്കേഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, പിന്നെ അത് ഇൻവെസ്റ്റിഗേഷൻ, ഏത് ഇൻവെസ്റ്റിഗേഷൻ ആണ് ക്വസ്റ്റ്യൻ കേട്ടത്, സോഴ്സ് ഓഫ് സാമ്പിൾ, ഏതാണ് ആ സാമ്പിളിന്റെ സോഴ്സ്, എക്സാമ്പിൾ ഫോർ കൾച്ചർ ആണോ അല്ലെങ്കിൽ ഹിസ്റ്റോപതോളജി, ടിഷ്യൂ ആണോ, അതായത് ടിഷ്യൂസ് ആണോ എന്നുള്ളതൊക്കെ അതിനകത്ത് ഉൾപ്പെടും ആ റിക്വസിഷൻ ഫോമിൽ.
ഇതൊന്ന് നമ്മൾ എന്താ പറയാ, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ ഒരു പ്രൊസീജിയർ ഇവിടെ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. പ്രൊസീജിയർ ഒന്നും എഴുതാനായിട്ടൊന്നും എക്സാമിന് ചോദിക്കില്ല. പുള്ളി നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. Preposition form should be finished by the dash. ആരാണ് ഫിനിഷ് ചെയ്യുന്നത്? ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, സാമ്പിൾ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഇനി ആ നമ്മൾ കൊടുക്കുന്ന സാമ്പിള് ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യും. All the specimen should be checked on receiving in the laboratory for fitness for the test. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ആ സാമ്പിൾ ഉടനടി തന്നെ ലാബിൽ വേഗം മേടിച്ചു വെക്കുകയാണോ? അവരെന്ത് ചെയ്യും? ആ ടെസ്റ്റിന് ഫിറ്റ് ആണോ, ടെസ്റ്റ് ചെയ്യാൻ അത് മതിയോ, അത് ഫിറ്റ് ആണോ, അതിന്റെ ഫിറ്റ്നസ് എന്ത് ചെയ്യും? അത് നോക്കും. അപ്പൊ ആ സ്പെസിമെൻ ചെക്ക് ചെയ്യും. ലാബില് നമ്മൾ ആ സ്പെസിമെൻ കൊടുക്കുമ്പോൾ ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ്, യൂറിൻ ആണെങ്കിൽ യൂറിൻ, ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് അത് ഫിറ്റ്നസ്, ആ ടെസ്റ്റിന് അത് മതിയോ, അതാണ് ടെസ്റ്റിന് ഫിറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. These checks should be improved. ഈ ചെക്കിനകത്ത് ഏതാ? സ്പെസിമെൻ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ സ്പെസിമെൻ ചെക്കിൽ എന്തൊക്കെയാ അതിൽ നോക്കുന്നത്? സ്യൂട്ടബിൾ കണ്ടെയ്നർ, അതിന് അനുയോജ്യമായ കണ്ടെയ്നർ ആണോ, ക്വാണ്ടിറ്റിയിലുണ്ടോ, അത്രയും അളവുണ്ടോ, ഓർ വോളിയം, ഇപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അളവിനുണ്ടോ. ഇൻ ദ കേസ് ഓഫ് ബ്ലഡ് ഓർ യൂറിൻ സാമ്പിളിന്റെ കേസിൽ അത്രയും ക്വാണ്ടിറ്റിയിലുണ്ടോ. ക്വാളിറ്റി, ആ സാമ്പിളിന്റെ ക്വാളിറ്റി. ഇൻ ദ കേസ് ഓഫ് ടിഷ്യൂ സാമ്പിളിന്റെ ക്വാളിറ്റി. ഇനി ലീക്കേജ്, ഇനി എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ, നമ്മൾ കൊണ്ടുപോയ അല്ലെങ്കിൽ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ബോട്ടിൽ എടുത്തുകൊണ്ട് പോവാണ്, അത് അതിന് പറ്റിയ അല്ല പഴയ ഏതെങ്കിലും കുപ്പിയിലാണെങ്കിൽ അവരത് സമ്മതിക്കോ? അതിനാണ് ലാബിൽ നിന്ന് ബോട്ടിൽ തന്നെ നമുക്ക് അത് നീറ്റ് ആണ്, ക്ലീൻ ആണ് അല്ലെ, ഹൈജീനിക് ആണ്. അവിടെ വേറെ ഒരു ഇതൊന്നുമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും കിടക്കുന്ന ഒരു കുപ്പിയിൽ യൂറിൻ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അത് സമ്മതിക്കൂല, അത് ക്ലിയർ ആവില്ല അല്ലെ. അതിന് ചിലപ്പോ എന്തെങ്കിലും ഇൻഫെക്ഷന് സാധ്യതയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പൊ അത് അവര് ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടൂലല്ലോ അല്ലേ. അപ്പൊ അതാ പറയുന്നത്. അത് പിന്നെ അതിന് വല്ല ലീക്കേജ് ഉണ്ടോ, നമ്മൾ കൊണ്ടുപോയ ബോട്ടിലിന് വല്ല ലീക്കേജ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവര് ആ സ്പെസിമെൻ ചെക്ക് ഇത് ഉൾപ്പെടുന്നതാണ്. സ്പെസിമെൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അത് എന്തൊക്കെയാണ്? ടെസ്റ്റിന് വേണ്ടി ആ സ്പെസിമെൻ അത് എന്താ നമ്മൾ കൊടുക്കുന്ന ആ സാമ്പിള് ഓക്കെ ആണോ, അത് മതിയോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നത് ഏതൊക്കെയാ മറ്റേ എന്തിനാണ് ഉൾപ്പെടുന്നത്? സൂട്ടബിൾ കണ്ടെയ്നർ ആണോ, അതിന് അനുയോജ്യമായ പാത്രത്തിലാണോ, അതുപോലെ അത്രയും ക്വാണ്ടിറ്റി. ചിലപ്പോ നമ്മൾ എന്താ പറയാ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു 3-4-5 തുള്ളി എടുത്തോണ്ട് പോയാൽ സമ്മതിക്കോ? അവർക്ക് ആ ഒരു സിറിഞ്ച്, ഇപ്പൊ ബ്ലഡ് ഒക്കെ ആ ഒരു സിറിഞ്ച് എടുക്കൂലേ അല്ലേ, ഒരു ചിലപ്പോ ഒരു തുള്ളിയൊക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും, എന്നാലും ഒരു സിറിഞ്ച് അവരങ്ങ് എടുക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോ അതെന്തെങ്കിലും ആദ്യത്തെ നോക്കിയിട്ട് പറ്റിയിട്ട് എന്തായാലും അവര് ഒരു സിറിഞ്ച് എടുക്കണ്ടേ, അല്ലെങ്കിൽ ഒരു ഹാഫെങ്കിലും എടുക്കും അല്ലേ. ഫുള്ള് അടിച്ചെടുത്തില്ലെങ്കിലും ഹാഫെങ്കിലും അവരെടുക്കും. അതുപോലെ യൂറിനൊക്കെ ആണെങ്കിൽ ആ ഒരു ബോട്ടിലിൽ ഏകദേശം ഒരു ക്വാണ്ടിറ്റിയിൽ വേണം. അല്ലാതെ അടിയുടെ ഒരു മൂട്ടിൽ ഒരു 2 തുള്ളി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് സമ്മതിക്കില്ല. അപ്പൊ അത്രയും ക്വാണ്ടിറ്റിയിലുണ്ടോ, ക്വാളിറ്റി, സാമ്പിളിന്റെ ക്വാളിറ്റി നോക്കും. പിന്നെ ആ പാത്രത്തിന് എന്തെങ്കിലും ലീക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ, അത്രയും കാര്യങ്ങളൊക്കെ നോക്കും. ഇനി റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. അവിടെ നിങ്ങളെ അക്സെപ്റ്റൻസ് കഴിഞ്ഞിട്ട് അവർ വരെയുണ്ടോ, റിജക്ഷൻ അല്ലെങ്കിൽ റിജക്ഷൻ. അപ്പൊ നമ്മള് അതിന്റെ ഇപ്പൊ നമ്മൾ കൊടുത്ത സാമ്പിൾ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. ഇനി റിജക്ട് ചെയ്യുകയാണെങ്കിലും അത് അവർ നോട്ട് ചെയ്യും. അത് പറ്റൂല, അത് റിജക്ട് ചെയ്തത്, ആ സൂട്ടബിൾ കണ്ടെയ്നർ അല്ല, അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി ഇല്ല, അപ്പൊ അതുകൊണ്ട് ഒന്നോടെ കൊണ്ടുവരാൻ പറയും നമ്മളോട്, അത് റിജക്ട് ചെയ്യും. വിത്ത് ദ റീസൺ ആൻഡ് ആക്ഷൻ സ്പെസിഫൈഡ്. കണ്ടോ, ട്രാക്കിൽ എഴുതിയിട്ട് ആ റെക്കോർഡ് അത് കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ആ സാമ്പിള് അക്സെപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ റിജക്ട് ചെയ്തോ അതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യും. അവിടെ വിത്ത് റീസൺ. കണ്ടോ, എന്താ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്യും, ഇത് റിജക്ട് ചെയ്തെങ്കിൽ അതിന്റെ റീസൺ എന്താണ്, അതിന്റെ ആക്ഷൻ സ്പെസിഫൈഡ്, എന്താ ആക്ഷൻ ആണ് നമ്മൾ അവിടെ റികളക്ട് ചെയ്യണം, വീണ്ടും കളക്ട് ചെയ്യാൻ പറയണം അല്ലെ അവരോട്. അപ്പൊ അങ്ങനെ അത് നോട്ട് ചെയ്യും. ഓഫ് ഓൾ ദി സാമ്പിൾ റിസീവ്ഡ് ഇൻ ദ ലബോറട്ടറി ആസ് പെർ ദ ക്രൈറ്റീരിയ defined earlier. അതായത് നേരെ ആസ് പെർ ദ ക്രൈറ്റീരിയ, അത്രേ ഉള്ളൂ കേട്ടോ. ആസ് പെർ ദ ക്രൈറ്റീരിയ എന്നാണ് 2 പ്രാവശ്യം അവിടെ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ എന്ന് അറിയില്ല. ഓക്കെ, ആസ് പെർ ദ ക്രൈറ്റീരിയ ഡിഫൈൻഡ് earlier, നേരത്തെ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു. ഇപ്പൊ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ അവര് എന്ത് ചെയ്യുന്നു, ആ സ്പെസിമെൻ റിസീവ് ചെയ്യും. ഓക്കെ, ഇനി ലബോറട്ടറി റിജക്ട് ചെയ്യുന്ന സാമ്പിൾ, ഒരു ലബോറട്ടറി സാമ്പിൾ റിജക്ട് ചെയ്യുകയാണെങ്കിലോ
എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദ പേഷ്യന്റ്. പേഷ്യന്റ് അത് ഡോക്ടറിനെ അറിയിക്കണം. റിജക്ട് ചെയ്തു, അത് പറ്റൂല, ആ സാമ്പിൾ പറ്റൂല, വേറെ വേണമെന്ന് എടുക്കാൻ പറയണ്ടേ? ഫോർ റികളക്ഷൻ, വീണ്ടും ശേഖരിക്കാനായിട്ട് അതിന്റെ ആവശ്യകത പറയണം. ഇത് റിജക്ട് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അവര് റിജക്ട് ചെയ്തു, അവരവിടെ മിണ്ടാതിരുന്ന കാര്യമില്ല, നമ്മൾ അറിയിക്കണ്ടേ? പേഷ്യന്റിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ അറിയിച്ച് വീണ്ടും അത് കളക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഓക്കെ, പ്രൊസീജിയർ മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത്തെ അങ്ങനെ സാമ്പിള് ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ റിജക്ട് ചെയ്തു. ഇനി റിജക്ഷൻ ആണെങ്കിൽ എന്താണ് അടുത്തത്? വീണ്ടും അത് പേഷ്യന്റിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ അറിയിക്കണം. എന്നിട്ട് അത് വീണ്ടും റികളക്ട് ചെയ്യാം. ഒന്നുകൂടി ഇത് പറ്റൂല, ഒന്നുകൂടി നിങ്ങൾ സാമ്പിൾ എടുത്തിട്ട് വരാനായിട്ട് ആ ഒരു ഇത് അറിയിക്കണം. ഇനി അടുത്തത് ലബോറട്ടറി റെക്കോർഡാണ്. All the released laboratory report should be stored as per the national regulator needs. അതായത് നമ്മള് ആ ലാബിന്ന് പുറത്തിറക്കിയ എല്ലാ റിപ്പോർട്ടുകളും ഇല്ലേ, അത് സ്റ്റോർ ചെയ്യണം as per the national regulator needs. അതായത് നമ്മുടെ ഒരു ദേശീയ റെഗുലേറ്റർ ആവശ്യകതകൾക്ക്, റെഗുലേറ്ററി നിയന്ത്രണ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അതായത് എല്ലാ റിപ്പോർട്ടും ലാബിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ റിപ്പോർട്ടും സ്റ്റോർ ചെയ്യണം. പിന്നീട് ഇനിയിപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൂഫ് അവിടെ വേണം. ഇന്ന ഡേറ്റിൽ ഇന്ന ആൾ വന്നു, ടെസ്റ്റ് തന്നു, അത് എന്താ പറയാ, അതിന്റെ റിസൾട്ട് ഇതാണ്, ഇങ്ങനെയുള്ള റെക്കോർഡ്, ലബോറട്ടറി റെക്കോർഡ് സൂക്ഷിക്കണം അല്ലേ? പിന്നെ നമ്മൾ വല്ല കേസോ കാര്യങ്ങളോ ഒക്കെയാണ്, ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ കുറെ നാള് മുന്നാണ് ലാബിൽ എന്തെങ്കിലും പോയി ടെസ്റ്റ് ചെയ്തിട്ട് കേസ് തെളിയിക്കാനും ഇതൊക്കെ ആയിട്ട് ഇന്ന ഡേറ്റില് ഇന്ന ആള് വന്നോ അല്ലെ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബ്ലഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തോ, ഇതൊക്കെ നമ്മൾ ആ ലബോറട്ടറി റെക്കോർഡിൽ വേണം. പിന്നീടാണെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് റെഫറൻസിനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു തെളിവില്ല, കുറെ ആളുകൾ വന്നു എന്താ പറയാ ലാബില് ടെസ്റ്റ് തന്നു, റിസൾട്ട് കൊടുത്തു, അപ്പൊ അതിനൊരു പ്രൂഫ് ഇല്ല അവിടെ. പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് റെഫർ ചെയ്യാൻ ഒരു മാർഗം ഉണ്ടാവില്ല. അപ്പൊ എന്താ, ലാബിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇതിന്റെ റിപ്പോർട്ടുകളും, ലാബ് റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും നമ്മൾ സ്റ്റോർ ചെയ്യണം. ഓക്കെ, the records can be kept as physical copies as instrument printout or photocopies or electronically LIS or HIS. LIS പഠിച്ചിട്ടുണ്ടോ? Laboratory Information System. Laboratory Information System. ഇത് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. HIS, Hospital Information System. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോ എന്താണ് ഈ റെക്കോർഡ്? ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് ആസ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്, ഫോട്ടോ കോപ്പീസ് ആയിട്ട് പേപ്പറിലായിട്ട് നമുക്കത് റെക്കോർഡാക്കി വെക്കാം. അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യാം. ഇലക്ട്രോണിക്കലി അതായത് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തില് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാം. അതായത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പൊക്കെ സിസ്റ്റത്തിലല്ലേ പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ ഇന്ന ദിവസം ആരാ ടെസ്റ്റ് ചെയ്യുന്നത്, എന്താ റിസൾട്ട് എന്ന് ഒറ്റ ക്ലിക്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് അറിയാൻ പറ്റും. ആ ഒരു ഐഡി പറഞ്ഞു കൊടുത്താൽ മതി, ഈസി ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ എന്താണ്, പ്രിന്റ് ഔട്ട് ആയിട്ട് പേപ്പറിലായിട്ട് റെക്കോർഡായിട്ട് എല്ലാ റെക്കോർഡും സൂക്ഷിക്കണം എന്നാ പറഞ്ഞിരിക്കണം. ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണിക്കലി കമ്പ്യൂട്ടറിൽ, അതായത് LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇനി യൂസ് ഓഫ് LIS എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. Laboratory Information System or Laboratory Information Management System enable the laboratory to track the specimen. കണ്ടോ എന്താണ് ഈ LIS ഹെൽപ്പ് ചെയ്യുന്നത്? LIS എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്കലി ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക കമ്പ്യൂട്ടറിൽ. ആ ലാബിൽ നടത്തിയ ടെസ്റ്റുകളും കാര്യങ്ങളും റിസൾട്ട് എല്ലാവരും ഓരോ പേഷ്യന്റ് വൈസ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അത് എന്ത് ചെയ്യുന്നു, എന്തിനു സാധ്യമാക്കുന്നു? ലബോറട്ടറി ടു ട്രാക്ക് സ്പെസിമെൻ ഫ്രം റിസിപ്റ്റ്, അവിടെ റിസീവ് ചെയ്തിട്ടുള്ള സ്പെസിമെൻസ് ട്രാക്ക് ചെയ്യാൻ, അവിടെ നടത്തിയ പ്രോസസ്സ്, ടെസ്റ്റിംഗ്, റിപ്പോർട്ടിംഗ്, ടു സ്റ്റോറേജ്, അപ്പൊ എന്നീ എല്ലാ കാര്യങ്ങളും എന്താണ് ഈ LIS ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അവിടെ ഏതൊക്കെ സ്പെസിമെൻ ആണ് അല്ലെങ്കിൽ റിസീവ് ചെയ്തത് ആരൊക്കെയാണ്, പ്രോസസിങ്, ടെസ്റ്റിംഗ് എന്തായിരുന്നു, റിസൾട്ട് എന്താണ്, ഇതെല്ലാ കാര്യങ്ങളും യൂസ് ഓഫ് LISലൂടെ നമുക്ക് സാധ്യമാക്കും. ഓക്കെ, അത് നമുക്ക് പെട്ടെന്ന് ആ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ,
ഓക്കെ ആണോ? യെസ്, അതാണ് ലബോറട്ടറി റെക്കോർഡ്. അപ്പൊ ഒന്നില്ലെങ്കിൽ അത് നമ്മള് പണ്ടത്തെ പോലെ നമ്മൾ റെക്കോർഡിന്റെ ഹാൻഡ് റിട്ടൺ ആയിട്ടൊക്കെ എഴുതി വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തല്ലോ, ഇപ്പൊ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി എല്ലാ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അതിന്റെ കമ്പ്യൂട്ടറിൽ തന്നെ ആ റെക്കോർഡ് എന്തായാലും സ്റ്റോർ ചെയ്ത് വെക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ലബോറട്ടറി റെക്കോർഡ് വേണം. ഇനി അടുത്ത അപ്പൊ അങ്ങനെ 4 ഇത്രയും കാര്യങ്ങളാണ് ആ പ്രൊസീജിയറിൽ വരുന്നത്. ഒന്നാമത്തെ ആദ്യം തന്നെ സ്റ്റെപ്പ് എന്താ? സാമ്പിള് ലേബൽ ചെയ്തു, അത് ഡോക്യുമെന്റ്, അത് എന്താണെന്നുള്ള ഡോക്യുമെന്റേഷൻ ചെയ്തു. പിന്നെ ഡോക്ടർ നമുക്ക് ടെസ്റ്റ് റിക്വസിഷൻ ഫോം, ഈ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം തരും. അത് നമ്മൾ സ്പെസിമെന്റെ ഒപ്പം തന്നെ ലാബിലേക്ക് കൊണ്ടുപോകും. ഇനി എന്നിട്ട് ലാബിൽ എന്ത് ചെയ്യും? സ്പെസിമെൻ അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യോ ചെയ്യും. അതിന്റെ ആ അക്സെപ്റ്റ് ചെയ്താലും റിജക്ട് ചെയ്താലും ഒക്കെ ആ റെക്കോർഡ് നമ്മൾ സൂക്ഷിക്കണം. ആ ലബോറട്ടറി റെക്കോർഡ് LIS അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രിന്റ് ഔട്ട് ആയിട്ടോ ഫോട്ടോ കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലിയോ ലാബിൽ സൂക്ഷിക്കണം. അത്രയാണ് പ്രൊസീജിയർ. ഇനി അടുത്ത പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. എന്ന് വെച്ചാൽ എന്താ? ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, ബട്ട് എന്നാൽ ഇതിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നില്ല. ഇനിയും ഉണ്ടാകാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞേക്കുന്നത്. അതാണ് അതിന്റെ മീനിങ്. ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. ഇതിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ടില്ല. ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ഡാഷ്. ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളുണ്ട്? റിക്വസ്റ്റ് ഫോം ഉണ്ട്. ഒന്നാമത്തെ എന്താ? ലബോറട്ടറി റെക്കോർഡിൽ എന്താ ഉള്ളത്? ഒരു റിക്വസ്റ്റ് ഫോം ഉണ്ട്. അല്ലേ? Provide the information about the laboratory test requested. അതായത് റിക്വസ്റ്റ് ചെയ്ത ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം എന്ന് ആ റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഡോക്ടർ ഫിൽ ചെയ്ത് കൊടുക്കുന്ന ആ റിക്വസ്റ്റ് ഫോം. ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ലാബിലേക്ക് റിക്വസ്റ്റ് കൊടുക്കൂലേ, ആ ഫോം. പിന്നെ റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ടിന്റെ റിസൾട്ടും അതിന്റെ കോപ്പീസും. ആ ടെസ്റ്റ് ചെയ്തു അതിന്റെ റിസൾട്ട്, കോപ്പീസ്, അതിന്റെ റെക്കോർഡ്. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ പ്രിന്റഡ് റെക്കോർഡ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഫ്രം ലബോറട്ടറി. അതായത് ലബോറട്ടറിയിലെ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലേ, ഉപകരണങ്ങൾ, അതിന്റെ റെക്കോർഡ്. ലബോറട്ടറിയിലെ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന റെക്കോർഡ്. അതായത് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് എന്നുള്ളതില്ലേ, മൊത്തത്തില് ലാബിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ ഇൻഫർമേഷൻ തരുന്ന റെക്കോർഡ്. അത് വേണം, ലബോറട്ടറി റെക്കോർഡിൽ വരുന്നതാണ്. പിന്നെ ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക്ഷീറ്റ്. ലാബിലെ പ്രവർത്തനങ്ങൾ, അവരുടെ വർക്ക്ഷീറ്റ്, ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകൾ. ലബോറട്ടറി രജിസ്റ്റർ, ഈ ലാബിൽ ഉപയോഗിക്കുന്ന രജിസ്റ്ററുകള്. ഇനി കാലിബ്രേഷൻ റെക്കോർഡ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ട്. കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യത പരിശോധിക്കുക. അതായത് ആ കൃത്യത ഉപകരണങ്ങളുടെ കൃത്യത പരിശോധിക്കുന്ന റെക്കോർഡ്, പരിപാലിക്കുകയും ചെയ്യുന്ന റെക്കോർഡ്. അതാണ് കാലിബ്രേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെയും കൃത്യത കാണിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്ന റെക്കോർഡ്. പിന്നെ QC റെക്കോർഡ്. QC എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ ആണ് കേട്ടോ. ബാക്കില് ക്വാളിറ്റി മാനുവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ടെസ്റ്റില്ലേ, ചെയ്ത ടെസ്റ്റുകളില്ലേ, അതിന്റെ ക്വാളിറ്റി കാണിക്കുന്നത് ക്വാളിറ്റി റെക്കോർഡ്. ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്. QC റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ എന്നാണ് കേട്ടോ. QC ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ് എന്ന് വെച്ചാൽ ടെസ്റ്റിന്റെ ക്വാളിറ്റി ഇല്ലേ, അത് കാണിക്കുന്ന റെക്കോർഡ്. ബ്രാക്കറ്റിൽ യൂസർ മാനുവൽ, ക്വാളിറ്റി മാനുവൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്. ഇൻസിഡന്റ് ബുക്ക് അതായത് എന്തെങ്കിലും ലാബിലേക്കൊക്കെ എന്തെങ്കിലും ലാബിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കാം, എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിക്കാം, അല്ലെ? പിഴവുകളോ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് കാണിക്കുന്ന ബുക്ക്, അത് രേഖപ്പെടുത്തുന്ന ബുക്കും. അതുപോലെ തന്നെ കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്, അത് തിരുത്തുന്ന നടപടി ഉണ്ടല്ലോ, അതിന്റെ റിപ്പോർട്ടും. ലാബില് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സംഭവങ്ങളോ എന്തെങ്കിലും പിഴവുകളോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് കാണിക്കുന്ന ബുക്കും, അതിന്റെ എന്ത് റെമഡിയാണ് നമ്മൾ എടുത്തത്, അതിന്റെ കറക്ഷൻ കാണിക്കുന്ന
ആ റിപ്പോർട്ടും. ഇതിന്റെ നിങ്ങളെ എന്താ പറയാ ഏതൊക്കെ റെക്കോർഡുകളാണ് ലാബിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ ജസ്റ്റ് പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ്, ഒരു ലാബിലെ റെക്കോർഡ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം. നമ്മുടെ ആ മെയിൻ ബോൾഡ് ചെയ്ത ഹെഡിങ്ങില്ലേ, അതിനകത്ത് തന്നെയുണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെ റെക്കോർഡ് ലാബിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. റിക്വസ്റ്റ് ഫോം ഉണ്ട്, റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട് ഉണ്ട്, ഇൻസ്ട്രുമെന്റിന്റെ പ്രിന്റ് ഔട്ടുകൾ ഉണ്ട്, ലബോറട്ടറി വർക്കുകൾ വർക്ക്ഷീറ്റുകൾ ഉണ്ട്, ലബോറട്ടറി രജിസ്റ്റർ ഉണ്ട്, അതിന്റെ റെക്കോർഡ് ഉണ്ട്, കാലിബ്രേഷൻ കൃത്യത കാണിക്കുന്നത്, ഉപകരണങ്ങളുടെ കൃത്യത കാണിക്കുന്നതും പരിശോധിക്കുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, അതിന്റെ റെക്കോർഡ്, ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്, ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ടുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്. ഇനി അടുത്താണ് സ്റ്റോക്ക് കാർഡ് ആൻഡ് സപ്ലൈ റെക്കോർഡ്. സ്റ്റോക്ക് കാർഡ് ആൻഡ് സപ്ലൈ റെക്കോർഡ്. സ്റ്റോക്ക് കാർഡ് എന്ന് പറഞ്ഞ എന്താ, നമ്മള് ഈ ലാബിലെ സ്റ്റോക്ക് ഇല്ലേ, ഉപകരണങ്ങളുടെയും അതുപോലെ അവിടുത്തെ കെമിക്കൽസ് മെറ്റീരിയൽസ് ഒക്കെ ഇല്ലേ, അതിന്റെ സ്റ്റോക്ക് കാണിക്കുന്ന റെക്കോർഡാണ് കേട്ടോ. Keep the track of stock movements within a store. ലാബിലെ ആ സ്റ്റോക്ക് മൂവ്മെന്റ് കാണിക്കുന്ന റെക്കോർഡ്, സ്റ്റോക്ക് കാർഡും അതുപോലെ തന്നെ സപ്ലൈ റെക്കോർഡും. ലാബിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഉപകരണങ്ങള്, ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന അതിന്റെ റെക്കോർഡുകള്. പിന്നെ പേഴ്സണൽ റെക്കോർഡ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫ് ആണ് കേട്ടോ. ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയാലേ, PERSONNEL ആണ് പേഴ്സണൽ റെക്കോർഡ്സ്. അതായത് ആ സ്റ്റാഫിനെ കുറിച്ചുള്ള റെക്കോർഡ്. എന്താ സ്റ്റാഫിന്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? കോമ്പിറ്റൻസി റെക്കോർഡ്സ്. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ, ആ ലാബിലെ സ്റ്റാഫിന്റെ കഴിവ്, സ്കിൽസ് ഇല്ലേ, കഴിവുകളും സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, ഇതൊക്കെ കാണിക്കുന്ന റെക്കോർഡ്. ഓരോ ആളുകളും അവരുടെ പേരും അവരുടെ കഴിവ്, യോഗ്യത ഇതൊക്കെ കാണിക്കുന്നതാണ് കോമ്പിറ്റൻസി റെക്കോർഡ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ്സ് ദാറ്റ് ഷോസ് ആൻഡ് ഇൻഡിവിജ്വൽ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. ഓരോ ഇൻഡിവിജ്വൽസിന്റെ സ്കിൽസ്, എബിലിറ്റി ഇതൊക്കെ കാണിക്കുന്ന റെക്കോർഡാണ് കോമ്പിറ്റൻസി റെക്കോർഡ്. ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്, അങ്ങനെയുള്ള പേഴ്സണൽ റെക്കോർഡ്, സ്റ്റാഫ് റെക്കോർഡുകൾ ഉണ്ട്. പിന്നെ കംപ്ലൈന്റ് ആൻഡ് റെസൊല്യൂഷൻ. ലാബിൽ ഉണ്ടാകുന്ന പല പരാതികള്, അതിന്റെ പരിഹാരങ്ങള്, ഇതൊക്കെ കാണിക്കുന്ന റെക്കോർഡുകള്. പിന്നെ ഇൻവെന്ററി ഓർ അസെറ്റ്. ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക്. ലാബില് ഓർ അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ്തി. അതായത് നമ്മൾ പറഞ്ഞില്ല, വലിയ വലിയ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, ഫിക്സ്ഡ് അസെറ്റ്, സ്ഥിര ആസ്തി. ഇൻവെന്ററി, അതിന്റെ സ്റ്റോക്ക്, ഇതൊക്കെ കാണിക്കുന്നതാണ് റെക്കോർഡ്. സേഫ്റ്റി മാനുവൽ. ലാബില് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ട സുരക്ഷാ നിയമങ്ങള്, എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതൊക്കെ കാണിക്കുന്നതാണ് സേഫ്റ്റി മാനുവൽ. ലാബില് വർക്കേഴ്സിന്റെ സുരക്ഷയൊക്കെ ഉറപ്പാക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സേഫ്റ്റി മാനുവൽ, അതിന്റെ റെക്കോർഡ്. പിന്നെ ബഡ്ജറ്റ്. പൈസയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പല ചെലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡ്. പിന്നെ സോപ്സ്. ആ എസ് എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ എഴുതണം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ എന്ന് അറിയില്ല. SOP, എസ് എന്നുള്ളത്, ആ എസ് പി കഴിഞ്ഞിട്ടുള്ള എസ് ഇല്ലേ, അത് സ്മോൾ ആക്കി എഴുതി മതി. സോപ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു, ഒരു സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്മോൾ ലെറ്ററിലാണ് അല്ലെ, അടിയുടേത്. ഓക്കെ, സ്മോൾ ലെറ്ററിലാണ്. ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നതിൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് എടുക്കുന്നത്. ഇതിപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് SOP എന്ന് പറയും, സോപ്സ്. അപ്പൊ അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താ? ഒരു ആ സ്റ്റാഫ് എന്താ പറയാ, ആ ലാബിലെ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്, ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ്. അതാണ് സോപ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എങ്ങനെ പ്രവർത്തിക്കണം, മെഷീൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻ ആണ് സോപ്സ്. അതിനുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ് വേണം. വർക്ക് ലോഡ് ആൻഡ് സർവിലൻസ് റെക്കോർഡ്സ്. ജോലിഭാരവും സർവിലൻസ് എന്ന് പറയുന്ന നിരീക്ഷണ റിപ്പോർട്ടുകളും. ലാബിലെ പ്രവർത്തനങ്ങള് നമ്മൾ കൃത്യമായ രീതിയിലാണോ നടക്കുന്നത് എന്ന് വിലയിരുത്തുന്ന നിരീക്ഷണ റിപ്പോർട്ടുകളും. ലാബിലെ വർക്ക് ലോഡ്,
എന്തൊക്കെ പ്രവർത്തനങ്ങളും കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ലാബിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടാണോ രീതിയിലാണോ നടക്കുന്നത് എന്ന് വിലയിരുത്തുന്ന ഒരു സർവൈലൻസ് റിപ്പോർട്ട്. അപ്പൊ ഇത്രയും റെക്കോർഡുകൾ ലാബിൽ സൂക്ഷിക്കണം. ചെറുതൊക്കെ ഞാനൊന്ന് എന്താ പറയാ, ചിലത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അവിടെ SOPയുടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ബാക്കി ആ ജസ്റ്റ് അത് ഏത് റെക്കോർഡാണെന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഉള്ളത് മുഴുവനും ഒന്നും വരച്ചു വാരി പഠിക്കണ്ട. ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ്സ് ഡാഷ്. അങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് ആ പേര് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ജസ്റ്റ് അത് മാത്രമേ, ആ പോയിന്റ്സ് മാത്രം നോക്കി മതി കേട്ടോ. അതിന്ന് SOP എന്താണെന്നുള്ളത് എഴുതി വെച്ചോ. QC എന്ന് പറഞ്ഞ ക്വാളിറ്റി കൺട്രോൾ ആണ്. QC റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്സ്. അത്രയേ ഉള്ളൂ. ഒരുപാടൊന്നും വലിച്ചു വാരി പഠിക്കേണ്ട. ഇനി അടുത്ത നോക്കി, സേഫ്റ്റി ഇൻ ലബോറട്ടറി. ഒരു ലബോറട്ടറിയിലെ സുരക്ഷ, സേഫ്റ്റി ഇൻ ലബോറട്ടറി. ലാബില് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്താലും അങ്ങനെയാണല്ലേ. നമ്മൾ ഇച്ചിരി ഇതല്ലേ, അല്ലെ? ഏത് ഫീൽഡിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും എന്താ, അവിടെ ചില അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു സേഫ്റ്റി മെഷേഴ്സ് വേണം നമുക്ക്. അപ്പൊ ലാബുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സുരക്ഷാ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് നോക്കിയേ. Persons who are working in laboratory may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leakage, etc. അല്ലെ? ഒരു ലാബില് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് ഒക്കെ ഉണ്ട് അവിടെ. കെമിക്കൽസ് അല്ലെ, ടെസ്റ്റ് ചെയ്യാൻ പലതരത്തിലുള്ള കെമിക്കൽസ് വേണം. അത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, അറിയാതെ തട്ടി നമ്മുടെ കയ്യിൽ വീഴാം, നമുക്ക് എന്തെങ്കിലും അപകടം പറ്റാം. പല ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന പല മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. നമ്മൾ എന്താ പറയാ, ഇൻഫെക്ഷൻ ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ കൊണ്ടുവരുമ്പോഴേ, ടെസ്റ്റ് ചെയ്യാനും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ആളുടെയൊക്കെ ആണെങ്കിൽ അവർക്കും വരാം. അപ്പൊ അതുകൊണ്ട് ഗ്ലൗസും മാസ്കും കോട്ടൊക്കെ ധരിച്ചിട്ട് ഒരു സേഫ്റ്റി ഇതോടുകൂടി തന്നെയല്ല അവര് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഡ്രസ് ഇട്ടല്ലോ ചെയ്യുന്നത്. ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് അതിന്റെ ഒരു സാധ്യതയുണ്ട്. പിന്നെ ഫയർ ഡേഞ്ചർ, വല്ല തീപിടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഇലക്ട്രിക്കൽ ഷോക്ക്, അതൊക്കെ എല്ലായിടത്തും വരാം അല്ലെ. എന്തെങ്കിലും സ്വിച്ചോ അത് ഇലക്ട്രിക്കൽ ഷോക്ക് സമയമില്ല. ഗ്യാസ് ലീക്കേജ്, ഗ്യാസ് വല്ല ലീക്കാവോ, അങ്ങനെയുള്ള പല റിസ്കുകൾക്കും അപകട സാധ്യതയ്ക്കും വിധേയകരാകാം ഈ ലാബിൽ വർക്ക് ചെയ്യുന്നവര്. അപ്പൊ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ, ലാബിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. The environment is also risk of being contaminated by dangerous material used and waste generated in the laboratory. പിന്നെ എന്താണ്, ആ പേഴ്സണൽ സ്റ്റാഫിന് മാത്രമല്ല, അതുകൂടാതെ അവർക്ക് ആ അന്തരീക്ഷം അത്ര നല്ലതല്ല അല്ലെ. എൻവയോൺമെന്റ് ഈസ് ഓൾസോ റിസ്ക്. നമ്മുടെ ആ ഒരു പരിസ്ഥിതിയും കൂടി, അന്തരീക്ഷം കൂടി നമുക്കൊരു റിസ്കിലാണ്. അതായത് എന്താണ്, പല ഡേഞ്ചറസ് ആയിട്ടുള്ള, ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, മലിനമായിട്ടുള്ള പല ഡേഞ്ചറസ് മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ തന്നെ ലാബിൽ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ലബോറട്ടറിയിൽ പല ഡേഞ്ചറസ് മെറ്റീരിയൽ ഒക്കെ ഉപയോഗിക്കുമ്പോഴും എൻവയോൺമെന്റും കൂടി കണ്ടാമിനേറ്റഡ് ആകാം, മലിനമാകാം. Policy should define the use of sharp, disposable of bio-waste reagent, sharp and other waste involved in the laboratory according to the local and national regulations. അപ്പൊ ലാബില് കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ടായിരിക്കണം. അതായത് നമ്മളെ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഉപയോഗിക്കുമ്പോൾ ബയോ വേസ്റ്റ് റിയേജൻസ് ഇതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ അത് എവിടെയെങ്കിലും ഉണ്ടോ അത് വെറുതെ കത്തിക്കല്ല, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ മെത്തേഡ് ഉണ്ട്. നമുക്ക് ദോഷമാകാതെ, എൻവയോൺമെന്റിന് ദോഷമാകാതെ പ്രോപ്പർ ആയിട്ട് അതൊക്കെ ഡിസ്പോസ് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ വേസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ലബോറട്ടറിയിൽ ഉൾപ്പെടുന്ന വേസ്റ്റുകള്
അല്ലെ? അപ്പൊ ഇതെല്ലാം നമ്മൾ എങ്ങനെ വെച്ചിട്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ? ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻസ്, പ്രാദേശികവും ദേശീയവുമായ ഒരു ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾക്ക് അനുസരിച്ച് വേണം ഡിസ്പോസ് ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് നമുക്ക് തോന്നിയ രീതിയിൽ നമ്മൾ ചെയ്യണമല്ലോ, അവിടെ പറ്റൂല. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ചട്ടങ്ങളുണ്ട് അവിടെ. ഇന്ന രീതിയിലാണ് അത് ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അന്തരീക്ഷത്തിന് വേറെ ദോഷമില്ലാതെ, നമുക്ക് അധികം ഇല്ലാത്ത രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യുന്നത് പ്രോപ്പർ മാനറിലായിരിക്കണം. ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻ, ദേശീയ പ്രാദേശികമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. It is necessary, ഇത് അത്യാവശ്യമാണ്, എന്താ, to train all personnel in standard proportion. അല്ലെ? ആ ലാബില് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും എന്താണ്, അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മുൻകരുതലുകള്, അല്ലെ, അതിനെ കുറിച്ചൊരു പരിശീലനം കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമാണ്. അപ്പൊ ലാബില് നമ്മൾ ഇതും കൂടിയും വേണം. ഇറ്റ് ഈസ് നെസസറി, അത്യാവശ്യമാണ്. എന്ത്? ടു ട്രെയിൻ, എല്ലാവരെയും പരിശീലിപ്പിക്കുന്നത്, എല്ലാ സ്റ്റാഫിനെയും പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുമായിട്ട്? ഇൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസുമായിട്ട് ബന്ധപ്പെട്ട്. Safety in laboratory therefore improve the protection of both the personnel and the environment from dangerous material. Safety in laboratories therefore, ഒരു ലബോറട്ടറിയിലെ സേഫ്റ്റി, സുരക്ഷ എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാ? പ്രൊട്ടക്ഷൻ ഓഫ് ബോത്ത് പേഴ്സണൽ. കണ്ടോ, സ്റ്റാഫിന്റെ മാത്രം പ്രൊട്ടക്ഷൻ അല്ല, ആരുടെയും കൂടി എൻവയോൺമെന്റിന്റെ, ആ ഒരു അന്തരീക്ഷത്തിന്റെയും കൂടി, പരിസ്ഥിതിയും കൂടി എവിടെ നിന്ന്? ഫ്രം ഡേഞ്ചറസ് മെറ്റീരിയൽ, അപകടകരമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് സ്റ്റാഫിന്റെയും എൻവയോൺമെന്റിന്റെയും കൂടി പ്രൊട്ടക്ഷൻ ആണ് സേഫ്റ്റി ഇൻ ലബോറട്ടറി എന്ന് പറയുന്നത്. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അപ്പൊ ഒരു ലബോറട്ടറിയിൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ആള് മാത്രമല്ല, സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ മാത്രമല്ല അവര് നോക്കുന്നത്, എന്തും കൂടി വേണം? എൻവയോൺമെന്റിന്റെയും കൂടി വേണം. മനസ്സിലായോ? Safety in laboratories therefore include the protection of both the personnel and the environment from dangerous material. Clear ആയോ? അതാണ് ലാബിലെ സേഫ്റ്റി. അല്ലാതെ ആള് മാത്രമല്ല നോക്കുള്ളൂ അവിടെ, എൻവയോൺമെന്റിന്റെ കൂടി പ്രൊട്ടക്ഷൻ. അത് അവരൊക്കെ ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് കണ്ടാമിനേഷൻ ആവാനുള്ള സാധ്യത ഇതൊക്കെ ഉണ്ടല്ലോ. ഇൻഫെക്ഷൻ ഉള്ള ആളിൽ നിന്ന് കളക്ട് ചെയ്ത സാമ്പിൾ ആണെങ്കിൽ ചിലപ്പോൾ അത് എന്താ പറയാ, നമുക്കും അതുപോലെ ആ എൻവയോൺമെന്റിലേക്കും ഒക്കെ ഇൻഫെക്ഷൻ ഒക്കെ വരാലോ. അപ്പൊ അതുകൊണ്ട് ലാബിലെ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരിക്കലും ആ സ്റ്റാഫിന്റെ മാത്രമല്ല, ആ പേഴ്സണൽസിന്റെ മാത്രമല്ല, അത് ആദ്യം കൂടി എൻവയോൺമെന്റിന്റെയും കൂടി പ്രൊട്ടക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് പോയിന്റ്സ് ആണ് ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. ജനറൽ ആയിട്ട് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ ലാബിൽ എടുക്കണ്ടേ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്. ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. ഓൾ ലബോറട്ടറി പേഴ്സണൽ should have a knowledge of laboratory safety policy and procedure. അതാണ് ഒന്നാമത്തെ വേണ്ടത്. ലാബില് എല്ലാ സ്റ്റാഫുകൾക്കും എന്ത് വേണം? ഒരു നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം. ലാബിലെ സേഫ്റ്റി പോളിസി എന്താണ്, പ്രൊസീജിയർ അല്ലെ, സുരക്ഷാ നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത്, അതിനെ കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ടായിരിക്കണം. ആൻഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് ഓൾ അറ്റൈംസ്. കണ്ടോ, അപ്പൊ അവര് ഈ ലാബിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ആ ലാബിലെ സുരക്ഷാ നടപടികളും പോളിസി നയങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് നല്ല അറിവുണ്ടായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവര് അറിഞ്ഞാൽ മാത്രം പോരല്ലോ, അവരെന്ത് ചെയ്യണം? ആക്ടിങ്, അതനുസരിച്ച് പ്രവർത്തിക്കണം. വിത്ത് ദീസ് അറ്റ് ഓൾ ടൈംസ്, എല്ലാ സമയത്തും അത് അനുസൃതമായിട്ട് ആ സേഫ്റ്റി പോളിസി പ്രൊസീജിയർ എങ്ങനെയാണോ പറയുന്നത് അതിനനുസൃതമായിട്ട് തന്നെ പ്രവർത്തിക്കണം. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ ഇന്ന കാര്യം എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ സൂക്ഷിക്കണം, സേഫ്റ്റി ഇതാണ്, അങ്ങനെ നമുക്ക് അറിവുണ്ടെങ്കിലല്ലേ, അല്ലെ, നമുക്ക് അതേക്കുറിച്ച് അറിവുണ്ടെങ്കിലാണ് നമുക്ക് പല അപകടങ്ങളും ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അവർക്ക് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കണം. ഇന്ന കാര്യം ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വേണം, അത് അതിന് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് ഈ രീതിയിലാണ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് സേഫ്റ്റി ആണ് എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അറിവുണ്ടായാൽ പോരാ, എന്ത് ചെയ്യണം? അതനുസരിച്ച് എല്ലാ സമയത്തും അതിനനുസൃതമായിട്ട് തന്നെ അവര് പ്രവർത്തിക്കുകയും വേണം. ഇനി ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ്. ഈ ഒരു കാര്യം ഉണ്ട്, എന്താണെന്നറിയോ? ഈ ലാബിൽ ഉപയോഗിക്കുന്ന ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്?
ലിക്വിഡ്സ് ഒക്കെ ആകാം അല്ലെ, ഹൈഡ്രോഫ്ലോറിക് ആസിഡ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് കാര്യങ്ങളൊക്കെ ആവാം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഓപ്പൺ ആക്കി വെച്ചാൽ നമ്മുടെ കയ്യിൽ വീണാലൊക്കെ ചിലപ്പോൾ അപകടകരമായിരിക്കും. അപ്പൊ ലാബിൽ ഉപയോഗിക്കുന്ന ആ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഏതാണ് അതിന്റെ ഒരു ലിസ്റ്റ് ലാബ് തയ്യാറാക്കണം. അപ്പൊ നമ്മൾ അത് നോക്കി ഇന്ന സാധനങ്ങൾ ഡേഞ്ചറസ് മെറ്റീരിയൽ ആണെന്ന് അറിയാലോ അല്ലേ. അപ്പൊ ലാബിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ടാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന അപകടകരമായിട്ടുള്ള വസ്തുക്കളില്ലേ അതില്ലേ അതിന് എന്താ പറയാ അതിനെ കുറിച്ച് ഉള്ള ഒരു ലിസ്റ്റ് ലാബിൽ സൂക്ഷിക്കണം. ക്ലിയർ ആയോ? ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽ used in the laboratory should be prepared. അങ്ങനെയുള്ള ഡേഞ്ചറസ് മെറ്റീരിയലിന്റെ ഒരു ലിസ്റ്റ് എല്ലാ ലാബും തയ്യാറാക്കി വെക്കണം. നമ്മുടെ ഒരു ലാബ് കൂട്ടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, ലാബിൽ വർക്ക് ചെയ്യണ ഈ സംഭവമൊക്കെ ഉണ്ടോ നിങ്ങളുടെ ലാബിൽ വെച്ചുണ്ടോ? ഇങ്ങനെ ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടോ? ആരായിരുന്നു? നമ്മുടെ ക്ലാസ് തന്നെയല്ലേ, ക്ലാസ്സിലല്ലേ? മറന്നുപോയല്ലോ പേരാരാന്നുള്ളത്. ദീപ. ദീപയാണോ? അവരുടെ കുട്ടിയൊക്കെ ഉണ്ട് ദീപയാണോ? ഇന്നില്ലേ ദീപ? ലാബിൽ ചിലപ്പോ തിരക്കാണോ? അടുത്ത ദിവസം ചോദിക്കാം. ദീപ നമുക്ക് ചോദിക്കാം നിങ്ങളുടെ ലാബിൽ ഇങ്ങനെയുള്ള ലിസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം അല്ലെ. ഒന്ന് കൺഫേം ചെയ്യാലോ. അവരുടെ കയ്യിൽ ഇങ്ങനെയുള്ള ലാഭം സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ അല്ലെ. ഓക്കെ, ഇനി ജനറൽ സേഫ്റ്റി മെഷേഴ്സിൽ തന്നെയാട്ടോ ഇത് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. ഈ പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യണോ നിങ്ങൾക്ക്? വേണ്ടല്ലോ, ഒന്ന് മനസ്സിലുണ്ടാവില്ലേ അത്? ഓരോ പോയിന്റ്സും ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടിക്കോളുമല്ലോ അല്ലെ. ഒന്നാമത് പറഞ്ഞു, ലാബിലെ എല്ലാ സ്റ്റാഫിനും എന്താണ് നല്ല അറിവുണ്ടാക്കുക. സേഫ്റ്റി പോളിസി പ്രൊസീജിയർ എന്താണ്, ലാബിലെ സുരക്ഷിതമായ നിയമങ്ങള്, അവിടുത്തെ പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ എന്താണ്, ലാബിലെ എല്ലാ സ്റ്റാഫിനും അറിവുണ്ടായിരിക്കണം. അറിവുണ്ടായാൽ മാത്രം പോരാ, അവരെന്ത് ചെയ്യണം? എല്ലാ സമയത്തും അതിനനുസൃതമായിട്ട് തന്നെ പ്രവർത്തിക്കണം. രണ്ടാമത്തെ, ഒരു ലാബില് എന്താണ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉണ്ട്, അതിന്റെ ഒരു ലിസ്റ്റ് ലാബ് തയ്യാറാക്കണം. ഇനി അടുത്ത നോക്കി, ഐ വാഷ് ഫെസിലിറ്റി വേണം, കണ്ണ് കഴുകാനുള്ള ഒരു സംവിധാനം വേണമെന്ന്. ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് എ സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക്. ഒരു സ്റ്റാൻഡില് ഇത് കണ്ണ് കഴുകാനുള്ളത് മാത്രമായിട്ടോ അല്ലെങ്കിൽ സിങ്കിനോട് അറ്റാച്ച് ചെയ്തോ കണ്ണുകൾ കഴുകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. എന്താ അറിയാതെ എങ്ങാനും എന്തെങ്കിലും എടുക്കുമ്പോഴേ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ തട്ടി എങ്ങാനും നമ്മുടെ കണ്ണിൽ തെറിച്ച് കഴിഞ്ഞാല് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഉടനടി തന്നെ കണ്ണ് കഴുകണം നമുക്ക് അല്ലെ. പ്രത്യേകിച്ച് കണ്ണിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാല് നമ്മള് കണ്ണില് ഒരു കരടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളത് കണ്ണ് തുടയ്ക്കാനൊന്നും പാടില്ല, കൈകൊണ്ട് ഇങ്ങനെ തീരുമാനമൊന്നും പാടില്ല. എന്ത് ചെയ്തോളണം? നല്ല നീച്ച നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം എടുത്തിട്ട് ആ കണ്ണ് കഴുകണം. അതല്ലേ നമ്മൾ ചെയ്യാറ്. കണ്ണിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ തീരുമാനം ഒന്നും പാടില്ല, നമ്മൾ കണ്ണിലേക്ക് ഇങ്ങനെ വെള്ളം അടിച്ച് കഴുകണം എന്ന് പറയും. അപ്പൊ അതിനുള്ള ഒരു ഫെസിലിറ്റി ലാബിൽ വേണം. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ സിങ്കിനോട് ചേർന്നായിരിക്കണം അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ആയിരിക്കണം. കണ്ണ് കഴുകാനുള്ള ഒരു സംവിധാനം അവിടെ വേണം. സപ്പോസ് എന്തെങ്കിലും കണ്ണിൽ തെറിച്ചു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനുള്ള ഇത് വേണം. ഇനി അടുത്തത് നോക്കിയേ, ബയോ ഹസാർഡ് സിംബൽ ഷുഡ് ബി യൂസ്ഡ് on all container or equipment that contain big dangerous material. ഇനി ബയോ ഹസാർഡ് സിംബലുകൾ ഉപയോഗിക്കുന്നത് എല്ലാ കണ്ടെയ്നർ അല്ലെങ്കിൽ എക്വിപ്മെന്റ്സിലും ബയോ ഹസാർഡ് സിംബൽ ഉപയോഗിക്കണം. ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ സിംബലുകൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കുറച്ച് സൈനുകൾ പഠിക്കാനുണ്ട്. ഇവിടെ താഴെ കുറച്ച് സിംബലുകളാണ്. സൈൻ ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി. ലാബിൽ ഉപയോഗിക്കുന്ന കുറച്ച് സിംബലുകൾ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് ഈ പോയിന്റ്സിൽ ബയോ ഹസാർഡ് സിംബല് യൂസ്ഡ് ഓൺ എല്ലാ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ എക്വിപ്മെന്റ്സിലോ ഒക്കെ ഹസാർഡ് ആണ്, നമുക്ക് ദോഷകരമാണ്, അങ്ങനെയുള്ള സിംബല് നമ്മൾ അവിടെ ഉപയോഗിക്കണം. കണ്ടെയ്ൻസ് ബയോ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇല്ലേ, അതിലൊക്കെ ആ സിംബല് ഡേഞ്ചറസ് ആണ് എന്നുള്ള സിംബലുകൾ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് നോക്കുമ്പോ അറിയാലോ, മെറ്റീരിയൽ എടുക്കുക, ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽ അതാണ്. അപ്പൊ ആ കണ്ടെയ്നറിനകത്ത് തന്നെ അവിടെ ആ സിംബൽ ഡേഞ്ചർ എന്നുള്ളൊരു സിംബൽ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം, അത് ഉപയോഗിക്കണം. പിന്നെ അടുത്തത്, ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ഇൻ മാനേജിങ് ഫയർ and non-fire emergencies like large spillage,
ഗ്യാസ് ലീക്കേജ് എക്സെട്ര. ഇനി എന്താണ് അടുത്ത പോയിന്റില്, ഈ ലബോറട്ടറിയിലെ സ്റ്റാഫ് ഇല്ലേ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കണം. ഇത് ഫയർ വന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു തീപിടുത്തം പെട്ടെന്ന് ഇല്ലേ കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കണല്ലേ, ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സ്പാർക്ക് ഒക്കെ ആയിട്ട് വല്ല ചെറിയ തീപിടുത്തമൊക്കെ ഉണ്ടാകാം. അങ്ങനെ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യണം. പിന്നെ അതുപോലെ നോൺ ഫയർ ഫയർ അല്ലാത്ത എമർജൻസി, എന്തെങ്കിലും വാതക ചോർച്ചകൾ ഉണ്ടായാൽ, ഗ്യാസ് എന്തെങ്കിലും ലീക്ക് ചെയ്താൽ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ, ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ട്രെയിനിങ്, പൂർണ്ണമായിട്ടുള്ള ട്രെയിനിങ് ആർക്ക് കൊടുക്കണം, ലാബിലെ സ്റ്റാഫിന് കൊടുക്കണം. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സപ്പോസ് അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പെട്ടെന്ന് അതിനെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റൂലേ. ഇപ്പൊ ഫയർ എമർജൻസി വന്നു ഈ രീതിയിൽ ചെയ്യണം എന്ന് അവർക്ക് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പെട്ടെന്ന് അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു ട്രെയിനിങ് ഒന്നും കിട്ടിയില്ലേ നമ്മൾ അവിടെ വാവിടിച്ചിരിക്കും അല്ലെ, അയ്യോ എന്ത് ചെയ്യണം എന്ന് വെച്ച് നമ്മുടെ ആകെ പാനിക്കായി പോകും അല്ലെ. ആ ഒരു പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാക്കുമ്പോ നമ്മളാകെ വിഷമിച്ച് നമ്മളാകെ പേടിച്ച് ഇതായി പോകും അല്ലേ. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്തോളണം, ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ലാബിലെ സ്റ്റാഫിനും ഒരു ട്രെയിനിങ് കൊടുക്കണം. നമ്മുടെ ദീപക്കുട്ടി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു, ദീപയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയതെന്നൊക്കെ ചോദിക്കായിരുന്നു അല്ലെ നമുക്ക്. അത് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാൻ മാത്രം തന്നതാണോ, ഇനി അത് അവര് ഫോളോ ചെയ്യണ്ടോന്നൊക്കെ നമുക്ക് അറിയായിരുന്നു. ജസ്റ്റ് ഒന്ന്, വേറെ ആരും ഇല്ലല്ലോ അല്ലെ ഇപ്പൊ പ്രസന്റ് ലാബിലുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും അവർക്ക് അങ്ങനെ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഫയർ നോൺ ഫയർ എമർജൻസീസ് അത് വന്നു കഴിഞ്ഞാലായിട്ട് ഇങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഒരു ട്രെയിനിങ് കിട്ടിയിരിക്കണം. ഓക്കെ, എന്നാ ഇത്രയും പോയിന്റ്സ് മതി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും എടുത്താലും ആ പോയിന്റ്സ് ഫുള്ള് പറയാൻ പറ്റില്ല. 29 ഇത്രയും പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് നിൽക്കട്ടെ. നമ്മൾ 5 പോയിന്റ്സ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ജനറൽ സേഫ്റ്റി മെഷേഴ്സില് 5 പോയിന്റ്സ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, 5 പറഞ്ഞുള്ളൂ. നോട്ട് ചെയ്ത് വെച്ചോ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ എടുത്താലും നമുക്ക് തീർക്കാൻ പറ്റൂല, പിന്നെ അടുത്ത ക്ലാസ്സിൽ മതി. അടുത്ത ക്ലാസ്സിൽ എന്തായാലും നമുക്ക് തീരും. പിന്നെ ഫയലുകളുണ്ട്, പിന്നെ അടുത്ത റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. ആ പോയിന്റ്സ് ഫുള്ളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട നമുക്ക് കേട്ടോ. ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു 10-15 പോയിന്റ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ചാപ്റ്ററിൽ നമുക്ക് ആകെ ആ ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അഥവാ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കണ്ണു അടച്ചെഴുതാം. ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചെഴുതാൻ പാടില്ലേ. വേറെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് വേറെ ആർക്കുടെ റെസ്പോൺസിബിലിറ്റി പഠിക്കാനില്ല. അതുകൊണ്ട് ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചാൽ ഉടനടി നമുക്ക് എഴുതാം. കണ്ണു അടച്ചെഴുതാം. ലാബുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ ആകെ പഠിക്കുന്നത് ലാബ് മാനേജറിന്റെ മാത്രമേ ഉള്ളൂ. ആൻസർ ലാബ് മാനേജർ. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. എല്ലാവരും ഒക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചോ? വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇന്നലെ ഇന്നും ഒന്നും ഇന്നല്ല ഇന്നലെ മിനിയാന്നൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സമയം ചിലപ്പോൾ വിശക്കും. അപ്പൊ അതുകൊണ്ട് വേഗം പോയി ഭക്ഷണമൊക്കെ കഴിക്കുക. ഓക്കെ, ഹാപ്പി ആയിരിക്കുക കേട്ടോ. ഇനിയിപ്പോ നമുക്ക് മൺഡേ കാണാം. ഓക്കെ, ബൈ.